BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ്ണ നടത്തി. ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ. താലൂക്ക് ആശുപത്രിയിലെ ലേ സെക്രട്ടറിയെയും സൂപ്രണ്ടിനെയും വിളിച്ചുവരുത്തി മർദ്ദിച്ച CPM കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്യുക, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നഗരസഭ, താലൂക്ക് ആശുപത്രി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടി ടീച്ചർ, ഹെൽപ്പർ, മുസ്ലിസ് പദ്ധതി എന്നിവിടങ്ങളിലേക്ക് നടന്ന മുഴുവൻ നിയമനങ്ങളും വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ്ണ നടത്തിയത്. ധർണ്ണ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. LDF നേതാക്കളുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും ജോലി കൊടുക്കാനുള്ള സ്ഥാപനങ്ങളായി കൊടുങ്ങല്ലൂരിലെ സർക്കാർ സഹകരണ സ്ഥാപനങ്ങൾ മാറിയെന്ന് ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. പ്രിൻസ് തലാശ്ശേരി, TJ ജമി, IS മനോജ്, TB സജീവൻ, VG ഉണ്ണികൃഷ്ണൻ, TS സജീവൻ, ON ജയദേവൻ, KR വിദ്യാസാഗർ, PS അനിൽകുമാർ, LK മനോജ്, KS ശിവറാം, KS സുനിൽകുമാർ, ശെൽവൻ മണക്കാട്ടുപടി, KS വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സഹ കൗൺസിലർമാരും എല്ലാം ഒരു തെരുവ് ഗുണ്ടകളെ പോലെയാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ അനധികൃത നിയമനങ്ങളെ സംബന്ധിച്ച് പിണറായി സർക്കാർ നടത്തുന്ന നിയമനങ്ങൾ സംബന്ധിച്ചെല്ലാം വലിയ വിവാദങ്ങളുണ്ടായി. എങ്ങനെയാണോ ഗുരു, അതുപോലെ തന്നെയാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചെയർമാൻ. പിണറായി സർക്കാർ വഴിവിട്ട നിയമനങ്ങളാണ് കേരളത്തിലെല്ലാം നടത്തുന്നതെങ്കിൽ പിൻവാതിൽ നിയമനങ്ങളുടെ ചരിത്രം സൃഷ്ടിച്ചു വരില്ല. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ നഗരസഭയുടെ അധികാരപരിധിയിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ വഴിവിട്ട നിയമനങ്ങളും പിൻവാതിൽ നിയമനങ്ങളുമാണ് നടത്തുന്നത്. സർക്കാർ നഗരസഭകളിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എല്ലാം നിയമനം നടത്തുന്ന സമയത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ പേര് രജിസ്റ്റർ ചെയ്ത് കാലാകാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന 10,000-കണക്കിന് അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതിയുവാക്കൾ കേരളത്തിലുണ്ട്. അവര് ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് സർക്കാർ ജോലികൾ താൽക്കാലികമായെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നത്. അവരെയെല്ലാം നിരാശരാക്കിക്കൊണ്ട് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം ജോലി കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ട് കേരളത്തിലെ ഭരണം മാറി. അതിന് സമാനമായിട്ടുള്ള ഒരു ഭരണമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം താലൂക്ക് ആശുപത്രിയിലെ നിയമനങ്ങൾ, ആ നിയമനങ്ങൾ പാർട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നഗരസഭാ ഭരണസമിതി പറഞ്ഞ ആളുകളെ എടുക്കാത്തതിന്റെ പേരിൽ ഇവിടുത്തെ ലേ സെക്രട്ടറിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ താഴെയുള്ള സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാര്, ചെയർമാനും അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മറ്റുള്ള CPM കൗൺസിലർമാരും ചേർന്ന് നഗരസഭാ ചെയർപേഴ്സൺ